യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹൽഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടെ നാം ആയിരുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കൃപയായി ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവത്തിന്റെ ദയയും കരുണയും നമ്മെ നടത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തുവാൻ ശക്തനത്രേ. ഹല്ലേലൂയ. നമ്മെ കരം പിടിച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാം എത്തിക്കേണ്ട അടുത്ത് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവം അത്രേ. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ഈ പൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പൽക്കാലം പ്രിയ ദൈവ പൈതലെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ ഒരു വാക്യം പറയട്ടെ. സ്തോത്രം. മറ്റുള്ളവർ ആരെല്ലാം എന്തെല്ലാം നിന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചാലോ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്ക് കയറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അതേ, മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ വാസ്തവമായി ഈ പകൽക്കാലം അറിയുവാനായിട്ട് ഇടയായിത്തീരാ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സനയിലായിരിക്കുക. മാനുഷികമായ ചില പ്രതീക്ഷകൾ അസ്തമിക്കുന്ന പകൽക്കാലം അത്രേ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകളിലേക്ക് ദൈവം നിന്നെ വലിച്ചടുപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ നടക്കുന്നതിനെ പറ്റി കാണുവാൻ സാധിക്കുന്നു. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും സകല യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ ഒരു തോന്നലല്ല, ചിലതിന്റെ ഇടയിൽ നിന്ന് നിന്നെക്കുറിച്ച് മനുഷ്യർ പ്രതീക്ഷിച്ച, ചുറ്റുപാടുമുള്ളവർ നിന്നെക്കുറിച്ച് നിന്റെ തലമുറയെക്കുറിച്ച് പ്രതീക്ഷിച്ച ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് നിന്നെ വിടുവിച്ചു എന്ന് നീ വാസ്തവമായി അറിയാൻ പോകിയ. സ്തോത്ര. ഒരു തോന്നലല്ല, സാഹചര്യം നോക്കാതെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വിടുതലുകൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരാ. ഇവിടെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുതൽ നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കാലത്ത് ഹേരോദാവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ട കൈ നീട്ടി യോഹന്നാന്റെ സഹോദരനെ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി ഇതുകൊണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യാക്കോബിനെ അവർ കൊന്നുകളയുവാനായിട്ട് ഇടയെത്തിരുന്നപ്പോ യഹൂദ ജനത്തിന് അതൊരു പ്രസാദമായി. ചില സഭയ്ക്കകത്തുള്ള ചിലതിനെ പിടിച്ച് നശിപ്പിച്ച് കളയുമ്പോ യഹൂദ ജനത്തിന്റെ ഇടയിൽ അവർക്കൊരു പ്രസാദം, അവർക്കെന്ത് ചെയ്യുന്നു, ഒരു സന്തോഷം ഉണ്ടാക്കിയ, അവരെ സന്തോഷിപ്പിക്കേണ്ടതിനു വേണ്ടി വീണ്ടും അടുത്ത ഊഴം എന്നതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പത്രോസിനെ പിടിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവർ പിടിച്ച് കാണുവാൻ സാധിക്കും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പത്രോസിനെ അവിടെ എന്ത് ചെയ്തു, ജനത്തിന് മുമ്പേ നിർത്താൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാക്കുക 4 ചേവറുള്ള 4 കൂട്ടത്തിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, സാഹചര്യം നോക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ
ചില മാനുഷികമായ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. ജനത്തെ നശിപ്പിക്കുവാൻ, തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ, ആ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവരെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷയെ നടക്കത്തുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സാഹചര്യത്തെ മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ഇന്ന് നീ ആയിരിക്കുന്ന ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, മറ്റുള്ള നിന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്ര, നിന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ ചിലർ വിടുവിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരുക. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. പുതിയ നിയമ വിശ്വാസികൾ തന്നെ തീക്ഷ്ണമായ പ്രാർത്ഥന കൊണ്ടാണ് പീഡയെല്ലാം ജയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സാഹചര്യം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇത് അസാധ്യമാണ്. കാരണം യാക്കോബ് മരിച്ചു കഴിഞ്ഞു. അടുത്ത ഊഴമെന്ന് പറയുന്നത് പത്രോസിനെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മാത്രമേ നടക്കത്തുള്ളൂ. ഒരു പാരമ്പര്യം പോലെ, അല്ലെങ്കിൽ അടുത്തൊന്നിനെ പിടിച്ചു നശിപ്പിച്ചു കളഞ്ഞു, അടുത്തൊന്നിനെ പിടിച്ചു വച്ചിരിക്കുക, നശിപ്പിച്ചു കളയുവാണ്ട്. ആ ഒരു പ്രതീക്ഷയ്ക്കകത്ത് നിന്നാണ്, ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഭ മൗനമായിട്ടിരിക്കാതെ സഭ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവിടെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോ എങ്ങനെ സ്തോത്രം അവരെ കാക്കുവാൻ നന്നായി ചെയ്യുവാന്മാരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. എന്തിനാണ്? ജനത്തിന്റെ മുമ്പാകെ യഹൂദന്മാർക്ക് പ്രസാദമാകുന്ന അവരെ മുമ്പിൽ നിർത്തേണ്ടതിന് വേണ്ടി ഭാവിച്ചുകൊണ്ടാണ് അവിടെ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പത്രോസിനെ തടവിലാക്കി സൂക്ഷിച്ചു വരുമ്പോ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയാൽ മാറാത്ത കാര്യമൊന്നും ഇല്ല. സ്തോത്രം. സാഹചര്യം നമ്മൾ നോക്കണ്ട. പ്രാർത്ഥിക്കുന്ന ഒരുവൻ സാഹചര്യത്തെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. സാഹചര്യങ്ങൾ എന്തെല്ലാം പ്രതികൂലമായാല പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ സാഹചര്യത്തെ മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. നാം പലപ്പോഴും സാഹചര്യങ്ങൾ നോക്കും. പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കുമോ, ഇല്ലെങ്കിൽ കഴിഞ്ഞ നാളൊക്കെ അനുഭവം എന്താണോ അതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒന്നിനെ നശിപ്പിച്ചു കഴിഞ്ഞു, അടുത്തൊന്നിനെയും പിടിച്ചു ഊഴമായിട്ട് വയ്ക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ മൗനമായിട്ട് ഇരിക്കേണ്ട സമയമല്ല. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ. ഹല്ലേലൂയ. ലോകത്തിന്മേൽ ശത്രുവിട്ടിരിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച്, നീ ആയിരിക്കുന്ന ദേശത്തെ കുറിച്ച് ശത്രുവിട്ടിരിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയെത്തിരും. അവിടെ കാണുന്ന സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി? തടവിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ടുള്ള ഭാഗങ്ങൾ കഴിയുമ്പോൾ 7-ാം വാക്യത്തിൽ കാണുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പ്രിയ ദൈവമക്കളെ, ഇതാണ് ഒരു സംഭവം നടക്കുവാനായിട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ നടക്കുന്ന വിടുതലുകൾ പെട്ടെന്ന് ചിലത് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ ചില വെല്ലുവിളികൾ കാണുമായിരിക്കാം, ചില പ്രയാസഘട്ടങ്ങൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് നീ ചില വർത്തമാനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കാം. അത് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞിരിക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്രം, നിന്റെ കണ്ണിന് മുമ്പിൽ തന്നെ ചിലർ വിടുവിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും. അതങ്ങ് വന്നു ഭവിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിക്കുവാനായിട്ട് ഇടയത്തിരുന്ന, മറിച്ച് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എത്രയും അവിടെ കാണുവാൻ സാധിക്കുന്നത്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ, സഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ നടക്കുന്ന വിടുതലുകളൊക്കെ എന്ത് ചെയ്തു? മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായിട്ടുള്ള ചില വിടുതലുകൾ അവിടെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു മനുഷ്യനല്ല അവിടെ ഇറങ്ങിയത്. ഒരു മാനുഷികമായി ചിന്തിച്ചാൽ ആർക്കും വിടുവിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിന്റെ ദൂതനെ അവിടെ ഇറക്കി മനുഷ്യന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അവന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന രീതിയിൽ കർത്താവിന്റെ ദൂതനെ ഇറക്കേണ്ടടുത്ത് കർത്താവിന്റെ ദൂതനെ ഇറക്കാം. കർത്താവ് ഇറങ്ങേണ്ടടുത്ത് കർത്താവ് ഇറങ്ങുവാനായിട്ട് ഇടയത്തില്ല. വചനമയച്ച് വിടുവിക്കേണ്ടടുത്ത് കർത്താവ് വചനമയച്ച് വിടുവിക്കുവാൻ
കാണുവാനായിട്ട് ഇടയായിത്തീരുക. അടുത്തവിടെ കാണുന്നു, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ. പത്രോസ് എന്ത് ചെയ്യുന്നു? അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്നാണ് നമുക്കവിടെ അവരുടെ നടുവിൽ, ആ കാവൽക്കാരായിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ, പടയാളിയുടെ നടുവിൽ പത്രോസ് സുഖമായിട്ട് ഉറങ്ങിയ കാരണം എന്താ? സ്തോത്ര, പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവനെതിരെ എന്തെല്ലാം നിയമങ്ങൾ ഒരുക്കിയാലും പ്രിയ ദൈവപൈതലേ, അവൻ സുഖമായി ഉറങ്ങുന്നു. ഈ പകൽക്കാല നാം പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം വലിപ്പമുള്ളതെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയെത്തണം. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത്. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി. സ്തോത്രം. അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നടക്കുന്ന വിടുതലല്ല. കാരണം എന്താണ്? പിറ്റേന്ന് രാവിലെ അവിടെ ജനത്തിന്റെ മുമ്പാകെ നിർത്തേണ്ട എന്നാൽ ആ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ആ രാത്രിയെ, ഇല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ മുമ്പാകെ നിർത്തുമെന്ന് പറഞ്ഞതിന്റെ ആ തലേ രാത്രി തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ വിടുതലുകൾ നടക്കുന്നു. സ്തോത്രം. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിന്നെ ലോകത്തിന്റെ മുമ്പാകെ പരസ്യ കോലമാക്കുമെന്ന് പറഞ്ഞ് ശത്രു പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുമ്പോ അവരുടെ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ചില വിഷയങ്ങളുടെ അകത്ത് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ വന്ന് ഭവിക്കുമല്ലോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. ഒന്നിന്റെ നാശം കണ്ടിട്ട് അടുത്തതിനെയും പിടിക്കുവാനായിട്ട് ശത്രു വന്നു നിൽക്കുമ്പോ അത് കണ്ട് നീ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സംഭവങ്ങൾ നിരന്തരമായിട്ട് നിന്റെ ജീവിതത്തിന് നിരയായിട്ട് കടന്നു വരുമ്പോ, ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്റെ തലമുറയെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ കർത്താവുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവനെ എഴുന്നേൽപ്പിച്ച ഉടനെ അവന്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഒരു വിടുതൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ പോലും, പത്രോസ് പോലും അറിയാത്ത രീതിയിലുള്ള ചില വിടുതലുകളാ. സ്തോത്രം. കർത്താവ് പ്രവർത്തിക്കുന്നതൊക്കെ അങ്ങനെയാ. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധികൾക്കും അപ്പുറമായിട്ടാ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. അതെ, അവന്റെ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ച് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. പ്രിയതേ മക്കളെ, അവിടെ കാണുവാൻ ശ്രദ്ധിക്കുകയാണ്. പത്രോസിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് നോക്കുമ്പോൾ പത്രോസ് പറയണം, അവർ ഒരു സ്വപ്നമാണോ കാണുന്നത്? കാരണം ഒരിക്കലും എന്ത് ചെയ്തു? പത്രോസ് പുറത്തു വരുവാനായിട്ടുള്ള സാഹചര്യമില്ല. ഹല്ലേലൂയ. താൻ കേട്ടതും താൻ അറിഞ്ഞതും യാക്കോബിനെ കൊന്നുകളഞ്ഞ അനുഭവമാണ്. അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത് പത്രോസിനെ. അതുകൊണ്ട് ഒരിക്കലും പത്രോസിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അനുഭവത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിക്കുന്നു. വിടുതൽ നടക്കുന്നവരും ചിന്തിക്കുന്നത് എന്താണ്? ഞാനൊരു ദർശനമാണ് കാണുന്നത് എന്ന്. അവൻ ഒന്നാം കാവലും രണ്ടാമത്തേത് കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അതേ, ഒന്നും രണ്ടും ഒക്കെ തുറന്നു കഴിഞ്ഞപ്പം കാണുവാൻ സാധിക്കുന്നു, പട്ടണത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഈ ഭാഗം കഴിഞ്ഞ ഭാഗമാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വായിച്ചത്. പത്രോസിന് സുബോധം വന്നു. അപ്പൊ ഈ ഒരു ഇത്രയും പ്രോസസ്സിങ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. ഒരു ദർശനം കാണുകയാണെന്നുള്ള ഒരു ചിന്തയോടെ നാം ദർശനവും സ്വപ്നവും ഒക്കെ കാണുമ്പോൾ പലതും അതിനകത്ത് കാണാറുണ്ട്. അതുപോലെ ഒരു അനുഭവത്തിൽ, കാരണം അത്രത്തോളം ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഇത് നടക്കുന്നത്, ഇങ്ങനെ ഒരു വിടുതൽ നടക്കുന്നത് അവൻ അറിയുന്നില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, താൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോ തനിക്ക് സുബോധം വന്നു. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു സുബോധമില്ലാത്ത, ആ ഒരു അറിയാത്ത ഒരു മേഖലയ്ക്കകത്താണ് പത്രോസിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കുന്നത്. കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്. യഹൂദ ജനത്തിന്റെ ഹേരോദാവിന്റെ കയ്യിൽ നിന്ന്, ഒരിക്കലും ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് പത്രോസ് പുറത്തു വരാൻ സാഹചര്യമില്ല. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് പുറത്തു വരാൻ സാധ്യതയില്ല.
പക്ഷേ പ്രാർത്ഥിക്കുവാൻ സഭ തയ്യാറായപ്പോ സാഹചര്യത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവിന്റെ ദൂതനെ ഇറക്കി കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. ഒരു തോന്നൽ മാത്രമല്ല, വാസ്തവമായിട്ട് താൻ അറിയുവാനായിട്ട് ഇടയെത്തുന്നു. താൻ കാണുന്നത്, താൻ കടന്നു പോകുന്നത് ഒരു ദർശനത്തിലാണോ എന്നൊക്കെ ചിന്തിച്ച പത്രോസിന്റെ ജീവിതത്തിനകത്ത് തിരിച്ചറിയുവാനായിട്ട് ഇടയെത്തുന്നു. ഞാൻ വിടുവിക്കപ്പെട്ടു എന്ന് വാസ്തവമായി അറിയുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ചിലതിന്റെ കൈ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് വാസ്തവമായി അറിയപ്പെടാൻ പോകുന്ന പകൽക്കാലം അത്ര. സ്തോത്രം. ഒരു തോന്നലുകളല്ല, വാസ്തവമായി ചില വിടുതലുകൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിനകത്തും കർത്താവ് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ചിലക്ക് കടന്നു വന്ന് കാണുമായിരിക്കാം. ചിലതിനേക്ക് ശത്രു പിടിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കാം. വീണ്ടും ചിലതിനെ നോട്ടമിട്ടിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കി. സ്തോത്ര. സഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. മറ്റുള്ളത് സംഭവിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് മൗനമായിട്ടിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിയുമ്പോ കർത്താവിന്റെ ദൂതനെ ഇറക്കേണ്ടടുത്ത് കർത്താവിന്റെ ദൂതനെ ഇറക്കിയിട്ട് കർത്താവ് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയത്തില്ല. പ്രയോജനമുള്ള ചിലതിനെ പിടിച്ച് നശിപ്പിച്ച് കളയുക. അവൻ ലോകത്തിന്റെ മുമ്പാകെ അവനെ പരസ്യമാക്കി നിർത്തിക്കൊണ്ട് ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുക. ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയത്തിരുമ്പോ ദൈവജനം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കണം. രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ തയ്യാറാക്കണം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. അതേ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഹല്ലേലൂയ, നാം മൗനമായിട്ട് ഇരിക്കുകയല്ല. ചില സംഭവങ്ങൾ കേൾക്കുമ്പോ, ചിലതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നെന്ന് കേൾക്കുമ്പോ നാം ഭവനങ്ങളിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞിരിക്കുവാനല്ല, അല്ലെ ആവർത്തനമായി ചിലതൊക്കെ കടന്നു വരുവാൻ തയ്യാറാകുമ്പോ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മണ്ഡലം തുറക്കുവാനായിട്ട് ഇടയെത്തുന്ന, നാം പ്രാർത്ഥനയുടെ സമയങ്ങളെ വേർതിരിക്കുവാനായിട്ട് ഇടയെത്തുന്ന, ശത്രുവിന്റെ പ്രതീക്ഷകളെ നശിപ്പിക്കത്തക്ക രീതിയിൽ ചില പ്രാർത്ഥനകൾ ചില ഭവനത്തിന്റെ അകത്തുനിന്ന് ഉയരുവാൻ ഇടയാകുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ശത്രു പിടിച്ചുകൊണ്ട് പോയതിനെ ദൈവം നിന്റെ മുമ്പാകെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ചിലതിനൊക്കെ പിടിച്ചുകൊണ്ടുപോയി, ചിലതൊക്കെ നശിക്കുന്നു എന്ന് കണ്ടു മൗനമായിരിക്കാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ അതേ ചിലതിനൊക്കെ മടക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. ചിലത് നശിച്ചു പോയി, ചിലതിനെ നശിപ്പിച്ചോ. ആവർത്തനങ്ങൾ നടക്കുവാൻ ഇടയാക്കാതാണ്. ആവർത്തന സംഭവങ്ങൾ നമ്മുടെ ദേശങ്ങളില, നമ്മുടെ കുടുംബങ്ങളില, നമ്മുടെ സഭകളിലും നടക്കാതിരിക്കണമെങ്കിൽ ദൈവജനം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. ദൈവജനം നിലവിളിക്കുവാൻ തയ്യാറാക്കുക. ദൈവസന്യം ദൈവത്തിന്റെ മുമ്പാകെ ഇടിവി നിൽക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, നമ്മുടെ ഭവനത്തിനല്ലല്ലോ നടക്കുന്നത്. അതേ, സ്തോത്രം എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞിരിക്കുവാനല്ല നാം ഈ സമയം ഉപയോഗിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പത്രോസിനെ പിടിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ചില വിഷയങ്ങളെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. ചിലതിനകത്തുനിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ചില പ്രതീക്ഷകളെ അസ്തമിക്കത്തക്ക രീതിയിൽ ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ ചിലതിനെ പുറത്തു വരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ ഒരിക്കലും ഇനി പുറത്തു വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായിത്തീര. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാക്കട്ടെ. ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ തുറക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരട്ടെ. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയൊന്നും അത്ര വലുതല്ലല്ലോ. നീ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ ചേഞ്ചുകൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സഭ പ്രാർത്ഥിച്ചു, അവിടെ വിടുതൽ നടന്നു. അങ്ങനെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ചില വിടുതലുകൾ
നടക്കുവാനായിട്ട് ഇടയായിത്തീരാം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ചിലത് അഴിഞ്ഞു മാറുവാനായിട്ട് ഇടയായിത്തീരാം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ഇരുളി കിടക്കുന്ന ചിലതിന്റെ അകത്തേക്ക് വെളിച്ചം തട്ടുവാനായിട്ട് ഇടയായിത്തീരാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോ പ്രിയ ദൈവപൈതലേ, നിനക്ക് വേണ്ടി സ്തോത്ര അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നീ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, എവിടെയാണ് വെളിച്ചം പ്രകാശിക്കേണ്ടത് അവിടെ കർത്താവിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ മാതാവേ, പിതാവേ, സ്തോത്രം, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്ക. നിന്റെ ദേശത്തിന് ആയിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്ക. അവർ ഇരുളിലായിരിക്കും കിടക്കുന്നത്. അടുത്തവരെ നശിപ്പിക്കുവാനായിട്ടുള്ള പദ്ധതിയുടെ നടുവിലായിരിക്കും അവർ കിടക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ചില വെളിച്ചങ്ങൾ പ്രകാശിക്കേണ്ടടുത്ത് പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പെട്ടെന്ന് ദൂതനെ ഇറക്കേണ്ടടുത്ത് ദൂതനെ ഇറക്കുക. അവർ നശിച്ചു പോകാതെ വേണം. അവരെ ഇല്ലാതാക്കി കളയുന്നതിന് മുമ്പായിട്ട് പ്രകാശത്തെ അവരുടെ മേൽ വെളിച്ചമായിട്ട് വീശിക്കഴിഞ്ഞാൽ അവര് സ്വതന്ത്രമാക്കപ്പെടുവാനായിട്ട് ഇടയത്തിനും. വെളിച്ചം കാണാൻ കഴിയാത്തത് കൊണ്ടാ ഇരുളി തപ്പിക്കടന്നുകൊണ്ട് സ്തോത്ര ശത്രു നശിപ്പിക്കാൻ നോക്കുന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൂതൻ അവിടെ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാ ഇരുളിക്കിടക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ചില പ്രകാശങ്ങൾ വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. പ്രിയദേവതയിലെ സ്തോത്രം, ഹല്ലേലൂയ. ചില ചങ്ങലകൾ പൊട്ടി മാറുവാനായിട്ട് ഇടയായിത്തീരും. നീ ഭാരപ്പെടാതെ പ്രാർത്ഥിക്കാൻ. ചില വിഷയങ്ങൾ കേൾക്കുമ്പോ ഒരാത്മഭാരത്തോടെ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, അയ്യോ അത് വന്നു ഭവിച്ചല്ലോ, അടുത്തും ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞിരിക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആരെല്ലാം ദൈവസേന പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ അവിടേക്ക് വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവിടെ കാണുവാൻ സാധിക്കുന്നു, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു വിടുവിച്ചു എന്ന് താൻ വാസ്തവമായി അറിയുന്ന ഒരു അനുഭവം. ഈ പകൽക്കാല പ്രിയ ദൈവപൈതലേ, നീ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ മുമ്പാകെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹേരോദാവിന്റെ കയ്യിൽ നിന്ന്, യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും നിന്നെക്കുറിച്ച് ലോകം ചില പ്രതീക്ഷകൾ വയ്ക്കുന്നില്ലേ? സ്തോത്രം, നിന്റെ തലമുറയെ കുറിച്ച് ലോകത്തിന് ചില പ്രതീക്ഷകളില്ലേ? ആ പ്രതീക്ഷയ്ക്കകത്തൊന്നൊക്കെയും എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. രക്തത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതേ, ചിലരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കകത്തേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും കരം പിടിച്ചു കയറ്റുന്ന പകൽക്കാലം അത്രേ. നീ ചിലതിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് ഹല്ലേലൂയ വാസ്തവമായി അറിയാൻ പോകിയ. സ്തോത്രം. കാരണം നിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, നിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രിയദൈവ മക്കൾ, ഈ നാളുകൾ നാം പ്രാർത്ഥനയുടെ മുന്നിൽ കയറുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയത്തില്ലായിരിക്കാം. പക്ഷേ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ വെളിച്ചങ്ങൾ വീശേണ്ടടുത്ത് വെളിച്ചങ്ങൾ പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീരും. പുറത്തു കൊണ്ടുവരേണ്ടതിനെ അവർ പോലും അറിയാതെ ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, വാസ്തവമായി ചില വിടുതലുകൾ നീ അനുഭവിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇവിടെ പത്രോസ് പറഞ്ഞു, ഞാൻ വിടുവിക്കപ്പെട്ടു. വാസ്തവമായിട്ട് ഒരു ദർശനമാണോ കാണുന്നതെന്ന് തോന്നിയ പത്രോസ് അടുത്ത വാക്യത്തിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്താ യഹൂദജനം പ്രതീക്ഷിച്ചത്? യാക്കോബിനെ ജനത്തിന്റെ നടുവിൽ നിർത്തി അവനെ കൊന്നു കളഞ്ഞതുപോലെ ഹല്ലേലൂയ ഇപ്പോൾ പത്രോസിനെ കൊന്നു കളയുമെന്നുള്ള ഒരു പ്രതീക്ഷയോടായിരുന്നു. കാരണം എന്താ? ഹല്ലേലൂയ, അതേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതിനെ ദൈവം തമ്മിൽ തിരിക്കുവാനായിട്ടിടയെ തീർന്നു. വാഗ്ദത്തമുള്ളവനെ തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കല്ല. വാഗ്ദത്തമുള്ളതിനെ ചിലതിനെ
പിടിക്കുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്ന് ദൈവസ്ഥന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ, ചിലതൊക്കെ നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നതോർത്ത് നീ ഭാരപ്പെടണ്ട. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കി സ്തോത്രം. നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ കൂട്ടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില വിടുതലുകൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചിലതിന്റെ പ്രതീക്ഷകളുണ്ട് നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്. എന്നാൽ ആ പ്രതീക്ഷകൾ നടക്കത്തില്ല. ഹല്ലേലൂയ. ആ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെട്ടവനായി തീരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നീ തകരുന്നത് കാണാൻ നോക്കി നിൽക്കുന്ന ജനം കാണുമായിരിക്കാം. നിന്റെ വീഴ്ച കാണുവാൻ നോക്കി നിൽക്കുന്ന ജനം കാണുമായിരിക്കാം. പക്ഷെ അതിന്റെ പ്രതീക്ഷകൾ ഈ പകൽക്കാലത്തോടെ അവസാനിപ്പിക്കാം. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലുകടിച്ച് ഉരുകി പോകുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന ചിലതിന്റെയൊക്കെ ആശകൾ നശിക്കുന്ന പകൽക്കാലം അത്രേ. അതിനകത്തുനിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തിനും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പരാജയം കാണുക, നിന്റെ തോൽവി കാണുക, നീ മറ്റുള്ള മുമ്പാകെ തല കുനിച്ച് നിൽക്കുന്നത് കാണുക, നിന്റെ വീഴ്ച കാണുക, നോക്കി നിൽക്കുന്നതിന്റെ മധ്യത്തിൽ കർത്താവ് നിന്നെ പുറത്തെടുക്കും. നിന്റെ കുടുംബത്തെ ദൈവം പുറത്തെടുക്കുവാനായിട്ടിടയത്തിനും നിന്റെ തലമുറയെ ദൈവം പുറത്തെടുക്കുവാനായിട്ടിടയത്തിനും ഈ പകൽക്കാല ചില മേഖലയ്ക്കകത്ത് നിന്ന്, ഇരുളിന്റെ അനുഭവത്തിനകത്തുനിന്ന് കർത്താവ് നിന്നെ വിടുവിച്ചു എന്ന്, നിന്റെ കുടുംബത്തെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നു എന്ന്. ഹല്ലേലൂയ. അതേ കാരണം എന്താ? ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല ഇതിനകത്തുനിന്ന് പുറത്തു വരുമെന്ന്. അതുകൊണ്ട് ആ ഒരു ദർശനം കാണുന്നത് പോലെ പത്രോസിന് തോന്നിയത് മാനസികമായ പ്രതീക്ഷകളിലേക്ക് അവസാനമായിട്ട് എന്റെ കർത്താവിന്റെ പ്രതീക്ഷകളിലേക്ക് നിന്നെ കരം പിടിക്കുവാൻ ഇടയായി തീരും സ്തോത്രം. മാനസികമായ പ്രതീക്ഷകൾ അവിടെ നിന്നുകൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന പ്രതീക്ഷകൾ അവിടെ നിന്നുകൊള്ളട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് നടക്കാൻ പോകുന്നത്, നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. അതേ നടക്കത്തുള്ളൂ. അതിനെതിരായ ശത്രുമണ്ഡലം എത്ര തന്നെ വാദിച്ചു കഴിഞ്ഞാൽ പ്രിയ ദൈവ പൈതലേ, അതിനെ തച്ചുടച്ച് കളഞ്ഞിട്ട് നിന്നെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മാനസികമായ പ്രതീക്ഷകൾക്ക് ഈ പകൽക്കാല ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സകല പ്രതീക്ഷ ഒന്നിനകത്തെന്നല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവരെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷ പത്രോസിനെ കുറിച്ച് അവരുണ്ടായിരുന്നു. ആ എല്ലാ പ്രതീക്ഷയ്ക്കകത്തുനിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. അങ്ങനെ ഈ പകൽക്കാലം നിന്റെ വിടുതന്റെ പകൽക്കാലം അത്രേ. ചിലതിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. നിന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന്, നിന്നെ തകർത്ത് കളയുമെന്ന്, നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും പറഞ്ഞ് വാദിച്ച മേഖലയ്ക്കകത്ത് നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ വാസ്തവമായി ഈ പകൽക്കാലം മുതൽ അറിഞ്ഞു തുടങ്ങാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ചില മേഖലയ്ക്കകത്ത് വിടുതൽ നടന്നു എന്ന് നീ വാസ്തവമായിട്ട് അറിയാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയുള്ള ചില വിടുതലുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുക. എന്നോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയാൻ പോകുന്നു. മാനസികമായ ചില പരീക്ഷ ഇതുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിനെ അസ്തമിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. യാക്കോബിനെ കൊന്നതുപോലെ, അതേ ചിലതിനെ നശിപ്പിച്ച് കളഞ്ഞതുപോലെ, അടുത്ത ഊയം എന്നതുപോലെ നിന്റെ ഭവനത്തിനകത്തുനിന്ന് ചിലതിനെ പിടിച്ചു വച്ചിരിക്കുന്ന ചില മേഖലയ്ക്കകത്തുനിന്ന് കർത്താവിന് റിലീസ് ചെയ്യാൻ പോകുക. ചിലതിനെ ഹല്ലേലൂയ നോട്ടത്തെ മാറ്റാൻ പോകുക. ചിലതിനെയൊക്കെ കയ്യിൽ നിന്ന് കർത്താവ് ചിലതിനെ പുറത്തെടുക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം കാണുമായിരിക്കും. ചിലതൊക്കെ കേൾക്കുമ്പോ അയ്യോ ഇതൊക്കെ വന്ന് സംഭവിക്കുമോ? ഹല്ലേലൂയ. ചില ഭയത്തിന്റെ ആത്മാവിനെ കർത്താവ് ഈ പകൽക്കാലം പൊട്ടിച്ച് കളയുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് നടന്നു എന്ന് വിചാരിച്ച് പ്രിയ ദൈവത്തിലെ ദൈവിക വാക്തത്വം ദൈവിക പദ്ധതിയുമുള്ള നിന്നെ വിട്ടുകൊടുക്കുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. അവര് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, പക്ഷെ അവരുടെ പ്രതീക്ഷകളെ അസ്തമിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊള്ളട്ടെ. പക്ഷേ പ്രിയ ദൈവത്തിലെ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായ
അവരുടെ പ്രതീക്ഷകളെ അധികം മുന്നോട്ട് കൊണ്ടുപോകുവാനിടയാക്കാതെ അവരെന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് തൊട്ടു മുമ്പായിട്ട് കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കും. നിന്റെ കുടുംബത്തിനു വേണ്ടി ഇറങ്ങുവാനിടയെത്തിരും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നാം ആയിരിക്കുന്ന ഇടത്തും മൗനമായിട്ടിരിക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. രക്തത്താ ജയമെടുക്കുന്നു. ചിലതൊക്കെ വന്നു ഭവിക്കുന്നല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കാതെ നിന്റെ പ്രാർത്ഥനയ്ക്കൊന്ന് ശ്രദ്ധ വയ്ക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് തരുവാനിടയായിത്തീരും. സഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ ഒരിക്കലും പുറത്തു വരാൻ കഴിയാതിരുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞ പുറത്തു വരാൻ കഴിയാതെ കടന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഒരാൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ശത്രു പിടിച്ചു കൊണ്ടുപോയതിനെ ദൈവം റിലീസ് ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയൊക്കെ ഞാൻ ഈ പകൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശത്രുവിന്റെ സകല പ്രതീക്ഷകളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുന്ന പകൽക്കാലം മാത്രമേ. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷകൾ വച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ പുറത്തു വരുവാൻ ഒരു സാഹചര്യം കാണത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. സ്തോത്രം. ആ സഭയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായിത്തീരും. കർത്താവ് നിന്നെ വിടുവിക്കുവാനിടയായിത്തീരും. അതേ മാനുഷികമായിട്ട് നീ ചിന്തിച്ച് ആകുലപ്പെട്ടു ഭയപ്പെട്ടു ഇരിക്കുമ്പോൾ ചില പ്രതീക്ഷകളെ അസ്തമിക്കുന്ന രീതിയിൽ ഒരു ദൈവിക വിടുതലുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. അതേ പത്രോസിന് സുബോധം വന്നു. അതേ നീ തിരിച്ചറിയാൻ പോകുക ഈ വിടുതൽ നടന്നു എന്ന്. നീ പ്രാർത്ഥിക്കുന്നവനാണോ? ഹല്ലേലൂയ. നിന്റെ മുമ്പാകെ മറുപടി വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ശത്രുവിന്റെ പ്രതീക്ഷകൾ, നിന്റെ ഭവനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കാണുമായിരിക്കാം, നിന്റെ തലമുറയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കാണുമായിരിക്കാം. അതിനെ ഈ പകൽക്കാലം ദൈവം ക്യാൻസൽ ചെയ്യുവാനിടയായിത്തീരും. നിങ്ങൾ പുറത്തു വരുവാനിടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള ശത്രുവിന്റെ സകല പ്രതീക്ഷയ്ക്കകത്ത് നിന്നും സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തെ പുറത്തെടുക്കുന്ന പൽക്കാലമായി തീരട്ടെ. ഇവർ ചില മേഖലയ്ക്കകത്തുനിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് ഇവര് വാസ്തവമായി അറിഞ്ഞു തുടങ്ങുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ചിലതൊക്കെ വന്നു ഭവിക്കുമോ എന്നുള്ള ഭയത്തോടെ ആയിരിക്കുമ്പോ ദൈവജനത്തിന്റെ നടുവിലേക്ക് കർത്താവിന്റെ ദൂതനെ ഈ പകൽക്കാലം അയക്കണം. യേശുവിന്റെ നാമത്തിൽ ഇവരെ പുറത്തു വരട്ടെ. ശത്രുവിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കട്ടെ. കർത്താവെ, ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്ക് ഒരു വിടുതലിലേക്ക് ഇവരെ കരപിടിച്ച് കയറ്റുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.